വെടിനിർത്തൽ നിലനിൽക്കുന്ന പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധസന്നാഹം ഒരുങ്ങുന്നതായി റിപ്പോർട്ട്. ഇറാനുമേൽ ഏതു നിമിഷവും യുഎസ് സൈന്യത്തിന്റെ ശക്തമായ വ്യോമാക്രമണങ്ങൾ ഉണ്ടായേക്കാമെന്ന് നിരീക്ഷകർ വിലയിരുത്തുന്നു. ഇരു രാജ്യങ്ങളും തമ്മിൽ നയതന്ത്ര ചർച്ചകൾ ഒരു വശത്ത് പുരോഗമിക്കുമ്പോഴും സൈനിക നീക്കത്തിനുള്ള അന്തിമ പദ്ധതികൾക്ക് ട്രംപ് ഭരണകൂടം രൂപം നൽകിയതായാണ് വിവരം. അതേസമയം ആക്രമണമുണ്ടായാൽ സങ്കല്പിക്കാൻ പോലും കഴിയാത്തയിടങ്ങളിൽ അതിശക്തമായ പ്രത്യാക്രമണം നേരിടേണ്ടി വരുമെന്ന് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് യുഎസിന് മുന്നറിയിപ്പ് നൽകി. നിലവിൽ ഇരുവിഭാഗവും പൂർണ്ണ സജ്ജരായി നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഇറാൻ അതിർത്തിയിലെ അടിയന്തര സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ വാരാന്ത്യ പരിപാടികളിൽ അപ്രതീക്ഷിത മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. മെമ്മോറിയൽ ഡേ വാരാന്ത്യത്തോടനുബന്ധിച്ച് ന്യൂജേഴ്സിയിലെ ഗോൾഫ് റിസോർട്ടിലേക്ക് പോകാനായിരുന്നു ട്രംപ് ആദ്യം തീരുമാനിച്ചിരുന്നത്. കൂടാതെ ഈ വാരാന്ത്യത്തിൽ നടക്കേണ്ട മകൻ ഡൊണാൾഡ് ട്രംപ് ജൂനിയറിന്റെ വിവാഹ ചടങ്ങുകളിൽ പങ്കെടുക്കേണ്ടതുമുണ്ടായിരുന്നു. എന്നാൽ സർക്കാരുമായി ബന്ധപ്പെട്ട അടിയന്തരവും അനിവാര്യവുമായ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതിനാൽ മകന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ തനിക്ക് സാധിക്കില്ല എന്ന് ട്രംപ് സമൂഹമാധ്യമത്തിലൂടെ ഔദ്യോഗികമായി അറിയിച്ചു. ന്യൂജേഴ്സി യാത്ര ഒഴിവാക്കിയ പ്രസിഡന്റ് അടിയന്തര സാഹചര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനായി വൈറ്റ് ഹൌസിലേക്ക് മടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മേഖലയിലെ കമാൻഡർമാർക്കും ഇന്റലിജൻസ് വിഭാഗത്തിനും വൈറ്റ് ഹൌസ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിവരം പുറത്തുവിട്ട ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന പ്രകാരം സാധ്യമായ സൈനിക നീക്കങ്ങൾ മുന്നിൽ കണ്ട് യുഎസ് സൈന്യത്തിലെയും ഇന്റലിജൻസ് ഏജൻസികളിലെയും ഉന്നത ഉദ്യോഗസ്ഥർ തങ്ങളുടെ മെമ്മോറിയൽ ഡേ യാത്രാ പദ്ധതികൾ റദ്ദാക്കിയിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിൽ വിന്യസിച്ചിരിക്കുന്ന യുഎസ് സൈനികരെ തിരിച്ചു വിളിക്കുന്നതിനും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്നതിനുമുള്ള അടിയന്തര ലിസ്റ്റുകൾ ഡിഫൻസ് മിലിറ്ററി വിഭാഗം പുതുക്കി തുടങ്ങിയിട്ടുണ്ട്. ഇറാൻ തിരിച്ചടിച്ചാൽ യുഎസ് സൈന്യത്തിനുണ്ടാകാനിടയുള്ള നാശനഷ്ടങ്ങൾ പരമാവധി കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വിദേശ മണ്ണിലെ യുഎസ് സൈനിക സാന്നിധ്യം പുനഃക്രമീകരിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെഖേന ന്യൂസ്.